അപ്പം എന്തൊക്കെയാണ് ഇതിലെന്നുള്ളത് നമുക്ക് മൊത്തം പുക ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ക്യാൻഡിലും എല്ലാം വെച്ചിട്ട് നമ്മളോട് കുറച്ചു നേരം ഒന്ന് കാട് കളിച്ചു. നല്ല യമ്മി ആയിട്ടുള്ള ഗൈസ്, ഇതൊരു പ്രത്യേക രീതിയിൽ വളരെ ആലങ്കാരികമായി ഇവിടെ ഗിഫ്റ്റ് പൊട്ടിക്കൽ ചടങ്ങാണ് നടക്കുന്നത്. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് ഭയങ്കര പനി പിടിച്ച് വൈറൽ ഇൻഫെക്ഷനൊക്കെ അടിച്ച് കിടപ്പിലായിരുന്നു ഗൈസ്. ക്രിസ്മസ് ഒക്കെ അത് കാരണം ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല, ഫുൾ കഞ്ഞിയും വെള്ളമൊക്കെ കുടിച്ച് കിടപ്പിലായിരുന്നു. ന്യൂ ഇയർ ആയിട്ടും ഓക്കെ ആയിട്ടൊന്നുമില്ല. എന്നാലും ന്യൂ ഇയർ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഇന്ന് ഡിസംബർ 31, ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട് ഏഞ്ചലിന്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പം ഏഞ്ചലിന്റെ ബർത്ത്ഡേ ആഘോഷിച്ച് അതിനോടൊപ്പം ന്യൂ ഇയർ ആഘോഷിച്ച് എല്ലാവർക്കും അടിച്ചു പൊളിച്ച് പിരിയാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ സർജറിയിൽ നിന്ന് വന്നു, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി നിൽക്കുകയാണ്. ശീതളയേച്ചിയും ഇർഫാനും എല്ലാവരും കൂടി കുറച്ച് കഴിയുമ്പോൾ വരും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് ഏഞ്ചലിന്റെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ ഞാൻ താണ്ട ഏഞ്ചലിന് കൊടുക്കാനായിട്ട് ഗിഫ്റ്റൊക്കെ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഏഞ്ചലിന് ഈ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തൊക്കെയാണ് ഇതിലെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നതിന് ശേഷം കാണാം. എല്ലാവരും ഒരുപാട് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ സോറി, ഇച്ചിരി സംസാരിച്ച ഇതാ അവസ്ഥ. ഭയങ്കര ചുമയാണ്. പിന്നെ ഓൾറെഡി ഞാൻ ഭയങ്കര ടയർഡായിട്ടിരിക്കുവാണ്. എന്നാലും നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ക്രിസ്മസ് പോയി. അപ്പം അടുത്ത വർഷം നല്ല അടിപൊളിയായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഗൈസ്, ഞങ്ങളിവിടെ കയറി വന്നപ്പോഴത്തേക്കിനും മൊത്തം പുക, നമുക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല. ബർത്ത്ഡേ ആയിട്ട് ഏഞ്ചൽ ഞങ്ങളെ പുകച്ചു പഠിക്കാനുള്ള പരിപാടി. ഹലോ, ആരിത്? അങ്ങനെ ഏഞ്ചലിന്റെ ബർത്ത്ഡേയുടെ കേക്കും സംഭവങ്ങളും എല്ലാം നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ക്യാൻഡിലും എല്ലാം വെച്ചിട്ട് മൊത്തത്തിൽ നല്ല കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അയ്യോ, എന്തൊരു ക്യൂട്ട്നെസ് ഓവർലോഡ് ഗൈസ്. ഗൈസ്, അപ്പൊ ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇതെന്റെ ഫേവറേറ്റ് പ്ലം കേക്ക് ആണ്. ഇത് എവിടെ നാടി മേടിച്ച നോട്ടിനാമിന്നോ? ശീതൽ അവിടെ അഭിനയിച്ചിരിക്കുന്ന ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അതേ, ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു പോലെ. സാരമില്ല, പോട്ടെ. കാൻഡിഡ് കിട്ടി, കാൻഡിഡ്. ഓ, എന്തൊരു ഡാൻസ് ലൈഫ്. നാട് വന്നു. ആ, അതെന്റെ ബാഗ്. പറയണ്ടേ? ദേ ആ കള്ളി എടുത്ത് അടിച്ചു മാറ്റി വെച്ചേക്കുന്നത്. ഇത് കഴുത കളിക്കണത് വേണ്ട ചേച്ചി, കഴുത കളിക്കറിയില്ല. അത് കാരണം കഴുത കളിക്കാൻ എനിക്കും അറിയത്തില്ല. ഗൈസ്, നമ്മൾ അങ്ങനെ ഇപ്പോൾ കാർഡ് കളിക്കാൻ പോവാണ്. ശ്രീതേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. ശ്രീതേട്ടൻ വരുന്നവരെ നമ്മൾ കാർഡ് കളിച്ചിരിക്കാന്ന് വിചാരിച്ചു.
ഇപ്പൊ വേണ്ട, അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ തോന്നിയില്ലെങ്കിലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ശ്രീതേട്ടൻ വന്നു. ശ്രീതേട്ടന് നമ്മളോട് കുറച്ചു നേരം ഒന്ന് കാർഡ് കളിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇനി ഇതാ ഏഞ്ചലിന്റെ കേക്ക് കട്ടിങ് ചടങ്ങിലേക്ക് കടക്കുകയാണ്. കേക്ക് കട്ട് ചെയ്യാൻ പോണ ഗൈസ്. കസേര അകത്തോട്ട് കയറ്റിട്ടു, അതായിരിക്കും ബെറ്റർ. ഇതെനിക്ക് വെൽഡൺ. കാണാനില്ലായിരുന്നു, കാരണം ഞങ്ങള് വീഡിയോ നോക്കി. സാരമില്ല, ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നത്. ഡാൻസിനോട് വളരെ ആലങ്കാരികമായി ക്യാൻഡിൽ ലൈറ്റ് ഓഫ് ഒത്തിരി വേണം, ഒത്തിരി വേണം. ഗിഫ്റ്റ് ഗിഫ്റ്റ് കത്തുവോ കത്തുവോ ഗൈസ്, ഡാൻസ് കമോൺ ഗൈസ്. ഇപ്പൊ പൊട്ടും, ഇപ്പൊ പൊട്ടും. ഉടക്കി സ്വാമി, ഉടക്കി സ്വാമി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഏഞ്ചൽ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ശീതളേച്ചിയും ശ്രീധരനോട് കടന്നിരിക്കുകയാണ് ഗായ്സ്. ശീതളേച്ചി ഉടുപ്പിന് മാച്ചായ കവറിലൊക്കെ ആയിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഏഞ്ചലിന്. ശ്രീധരനാണെങ്കിൽ ഷർട്ടിന് മാച്ചായ ബലൂണും കൈ പിടിച്ചിട്ടുണ്ട് ഗായ്സ്. ഗായ്സ് നമ്മുടെ ഇർഫാൻ ഹബീബ് ഇതാ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഡാൻസ് ആകുമ്പോ എനിക്ക് ഫോട്ടോ. ഹാപ്പി ബർത്ത്ഡേ. നല്ല നല്ല യമ്മി ആയിട്ടുള്ള ബീഫ് കറി, ഏഞ്ചൽ ആൻഡ് നക്കോസി സ്പെഷ്യൽ. ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശ്രീധരൻ ഇവിടെ കാര്യമായ എന്തോ പ്രിപ്പറേഷനിലാണ്. ശ്രീധടാ എന്തോ ഉണ്ടാക്കുന്നത്? വണ്ടർഫുൾ ഗൈസ്. ഇതൊരു പ്രത്യേക രീതിയിൽ വളരെ ആലങ്കാരികമായി ശ്രീധരൻ്റെ ഇവിടെ ഉണ്ടാക്കുകയാണ് ഗൈസ്. എന്തൊക്കെയോ ഇലകളൊക്കെ, പുതിനയില, നാരങ്ങ, പച്ചമുളക്, കുറച്ച് ഉപ്പിടുന്നുണ്ട്. Of course. നീ ഉരുട്ടിയാണോ ഇത്?
ശരിക്കും. ഗൈസ്, അടുത്തതായിട്ട് ഇവിടെ ഗിഫ്റ്റ് പൊട്ടിക്കൽ ചടങ്ങാണ് നടക്കുന്നത്. ആദ്യം തന്നെ ഏഞ്ചലിനെ കുറിച്ച് ആരുടെ ഗിഫ്റ്റാണ് പൊട്ടിക്കാൻ പോകുന്നത്? ഇർഫാൻ ഹബീബ്. റൈറ്റ്. യെസ്. പ്രസൻസ് പൊട്ടിക്കോ? നല്ല ഭംഗിയുള്ള ബോക്സ് ഗൈസ്. അടുത്തത് എന്റെ ഗിഫ്റ്റാണ് ഗൈസ്. അതെന്റെ ഗിഫ്റ്റ്. ശരിക്കും കിട്ടിയില്ലേ? നെക്സ്റ്റ് ഗിഫ്റ്റ് പൊട്ടിക്ക്. അതും തുറന്നു നോക്കത്. ഇഷ്ടപ്പെട്ടോ? സൈസ് കറക്റ്റ് ആണോ നോക്കണേടി? നിനക്ക് സൈസ് കറക്റ്റ് ആയിരിക്കും. അത് ചെറുതാണോ? അല്ല, അല്ലല്ല, കറക്റ്റാ. ഓക്കെ, ചെറുതൊന്നുമല്ല, കറക്റ്റ് സൈസ് ആയിരിക്കും. ഓക്കെ, ഞാൻ പറയും ഇനി പറഞ്ഞോണ്ട് ഗൈസ്. അതോടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ തീർന്നു. അതോടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തീർന്നു. അത് കുറേ ഉണ്ടായിരുന്നു ഗൈസ്. പാട്ടുണ്ട് പാട്ട് വെക്കും ഗൈസ്. അതില് ക്ലിക്ക് ചെയ്യ്, സൈഡില് ക്ലിക്ക് ചെയ്യ്. ഓ, ഇതിന്റെ ബാറ്ററി പോയി. ആ, സാരമില്ല, ബാറ്ററി ഇട്ടാ മതി. ആ, റൈറ്റ്. അങ്ങനെ എന്റെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി അടുത്തത് നമ്മൾ ശീതളിച്ചിട്ട് ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോണ്. എന്നിട്ട് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. കൊള്ളാം. നൈസ് ബാഗ്. അടുത്തത് ഇത് മിക്കവാറും പൊട്ടിക്കാൻ രാവിലെ ആയാലും തീരില്ല ഗൈസ്. ആ, ലൈറ്റ് ഓഫ് ആക്കുക. എല്ലാരും ലൈറ്റ് ഓഫ് ചെയ്യൂ. പൊളി 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 പൊളി. ഇങ്ങോട്ട് കാണിച്ചേ, വീഡിയോ കാണിച്ചേ. വാവ്, നൈസ്, ക്യൂട്ട് ക്യൂട്ട് ഗിഫ്റ്റ്. നെക്സ്റ്റ് പൊട്ടിക്കൂ. സമയമില്ല നമുക്ക്, വേഗം പൊട്ടിക്കോ. മേക്കപ്പ് ബോക്സ്. ഭാഗ്യം ഞാൻ ഓർഡർ സാധനം എന്റെ കയ്യിലുണ്ട്. നെക്സ്റ്റ് പ്ലീസ്. അതെന്തോ കുഞ്ഞു സാധനം? എന്താ ഗൈസ് ഇത്? ആക്ച്വലി ആ, എനിക്ക് മനസ്സിലായി. ഫുഡ് കഴിക്കുന്നേരം അല്ല, ആ മനസ്സിലായി. കൊള്ളാം. ഇത് കൊറേ നേരമായിട്ടൊന്ന് പാട്ട് പാടണോ? നിർത്തി എടി, ഇത് നിക്കുന്നില്ലടി. അതെന്നതാ? കമ്മല് കാണിച്ചേ. ആ, കമ്മല് ഗൈസ്. കൊള്ളാം. നെക്സ്റ്റ് പ്ലീസ്.
തുറന്നോണ്ടിരിക്കാൻ പറ്റുന്ന എന്ത് രസമാണ്. എടി ഇതെന്താടി പാട്ട് നിർത്താത്തെ? അതൊക്കെ തോന്നുന്നത് ഓഫ് ചെയ്യണം. അതിന്റെ അടിയിലൊരു ഓഫ് ബട്ടൺ ഉണ്ടായിരുന്നു. അതെന്നാ? മാല ബ്രേസ്ലെറ്റ് കാണിച്ച് ക്യാമറയിലേക്ക് കാണിക്കേ കുട്ടി. ആ കൊള്ളാം, നൈസ്. തീർന്നില്ല കേട്ടോ. ുള്ള സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാണിക്ക് കാണിക്ക് കാണിക്ക്. ആ കൊള്ളാം. നിനക്കല്ല. ഇത് അവസാനത്തെയാണോ? അല്ല, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇനി ഒരു കാർഡ് വേറൊരു ഗിഫ്റ്റ്. ഇത് അതാ ചാക്കൊക്കെ വേറെ ടോപ്പ് ഇട്ടി. നൈസ്. ഓക്കെ, ഇനി കാർഡ്. എന്താ കാർഡല്ലേ? ആ എങ്ങനുണ്ട്? വള. ഗുഡ്, നൈസ്. നൈസ് ഗൈസ്. അതെല്ലാം സൂക്ഷിച്ച് ഇത് കാരണത്ത് പിറക്കി കിട്ടോ. മിസ്സായി പോയിരുന്നു. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കുറെ. ഗുഡ്. ഇനി ശീതളിന്റെ. ഗൈസ്, the last and final gift is unboxing. Next please. അടുത്തത് എന്താണ് ഗൈസ്? കമൽത്ത്. അതിപ്പോ കവറിലൂടെ പോയേട്ടോ. സത്യം, അത് പറഞ്ഞില്ലേ കവറിലൂടെ പോയേ. അതെന്താ? എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത് എന്താണത്? മാല. മാല കാണിച്ചേ. കസ്റ്റമൈസ്ഡ് മാല. കൊള്ളാം. നൈസ് ഗൈസ്. അതെന്താ? അത് തലേണയോ? ബാത്റൂം. നൈസ് ഗൈസ്. പേരെന്താ? തുറക്ക് തുറക്ക് പൊട്ടിക്ക്. രാത്രി തണുപ്പില്ലാതെ കിടക്കാൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. നിങ്ങളുടെ ഗിഫ്റ്റ് ഇപ്പോഴേ നൈസ് ഗൈസ്. കൊള്ളാം ഗൈസ്. അപ്പൊ ലേജന കോശി, ഹൗ ഡു യു ഫീൽ? സാധാരണ കാർഡല്ല, തുറക്ക്. കാർഡ് കൂടെ തുറക്ക ഗൈസ്. വെറൈറ്റി അതിങ്ങനെ ഇങ്ങനെ തിരിച്ച് ഓ കൊള്ളാം. ഇത് എവിടെ കിട്ടി? നല്ല വെറൈറ്റി വെറൈറ്റി കാർഡ്. കൊള്ളാം ഗൈസ്. ആ വാവ്. എവിടെയൊക്കെ തുറക്കണേ. തിരിച്ച് ബോക്സ് പോലെ കൊള്ളാം. നൈസ് നൈസ് കാർഡ് ഗൈസ്. എന്തിനാ കുറച്ച് ഹാപ്പി അല്ലേ? അങ്ങനെ ഗിഫ്റ്റ് എല്ലാം പൊടിച്ചു. അടുത്തത് നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. ടാൻസൺ ഉണ്ടാക്കിയ ചിക്കൻ ആണ് ഇത്, ഗ്രിൽഡ് ചിക്കൻ. ബീഫ് കറി ഏഞ്ചൽ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അവർ രണ്ടുപേരുടെ ചേർന്ന് നമുക്ക് നല്ല വിഭവസമൃദ്ധമായ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. വെജീസ് എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു.
അപ്പൊ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമായിരിക്കട്ടെ 2025 നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ബൈ.